ഹലോ മക്കളെ, ഇന്ന് നടന്നിട്ടുള്ള +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫൈനൽ എക്സാമിന്റെ ആൻസർ കീ വീഡിയോ ആണ് ഇവിടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഇന്നത്തെ എക്സാം എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. അതായത് പൊതുവേ എക്സാമിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് തോന്നുമെങ്കിലും പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നെന്നുള്ളതാണ്. എനിവേ, നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിനും ആൻസർ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം നമുക്കറിയാം 8 എന്നാണ് ഇതിന്റെ ആൻസർ വരിക അല്ലെ. ആൻഡ് അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏത് ഇൻപുട്ട് ഡിവൈസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്നതാണ്. MICR കാര്യങ്ങളൊന്നുമല്ല, അതിന്റെ ആൻസർ OMR എന്നാണ് അല്ലെ. ആൻഡ് ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രോഗ്രാം റിട്ടൺ ബൈ 1 person മേ ബി നീഡ് ടു ബി മോഡിഫൈഡ് ബൈ സം അതർ പേഴ്സൺ. അപ്പൊ അതാണെങ്കിൽ നമ്മൾ ഏത് ഫേസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ് അതിന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റേഷൻ അല്ലാതെ വേറെ നിങ്ങൾ എന്ത് എഴുതി കഴിഞ്ഞാലും ഇതിന് ആൻസർ കിട്ടാൻ സാധ്യതയില്ല. ഡോക്യുമെന്റേഷൻ ഫേസിലാണ് നമ്മൾ ആക്ച്വലി, കാരണം ഡോക്യുമെന്റേഷൻ നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണല്ലോ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വേറൊരാൾക്ക് റെഫർ ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം ആൻസർ എന്താണ്, ഡോക്യുമെന്റേഷൻ എന്നാണ്. പിന്നെ നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരിനെ നമുക്ക് വാരിയബിൾ എന്നാണ് വിളിക്കുക. വാരിയബിൾ എന്ന് തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ഐഡന്റിഫയേഴ്സ് എഴുതിയിട്ടുണ്ടാവും, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇത് രണ്ടും കറക്റ്റ് ആൻസർ ആണെന്നുള്ളത് എന്ത് ചെയ്യാണ്, ഇവിടെ പറയുകയാണ്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട്. മക്കളെ, എന്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് A++ ആണ്. അങ്ങനെയാണ് സി ഔട്ട് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് 11 ആണെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റാണ്. കാരണം ഇവിടെ A++ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇത് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പൊ ഇപ്പൊ ഉള്ള എന്റെ വാല്യൂ എടുത്തിട്ടായിരിക്കും സിയിലേക്ക് അസൈൻ ചെയ്യുക. ഓക്കെ, സിയിലേക്ക് അസൈൻ ചെയ്യുക ഇപ്പൊ ഉള്ള എന്റെ വാല്യൂ ആണ്. ഇപ്പൊ ഉള്ള എന്റെ വാല്യൂ 10 ആണ്. അപ്പൊ സിയിലേക്ക് അസൈൻ ചെയ്യുക 10 ആണ്. സിയിൽ 10 അസൈൻ ചെയ്തതിന് ശേഷം എന്റെ വാല്യൂ എത്രയാക്കുന്നുണ്ട്, എന്റെ വാല്യൂ 14 ആക്കുന്നുണ്ട്. എന്നാൽ നമ്മളോട് ചോദിച്ച സി ഔട്ട് സി എന്നല്ലേ, സി അല്ലേ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ സീന്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും, 10 തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ വരിക 10 എന്നാണ്. 11 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം 10 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഫാദർ ഓഫ് ഇന്റർനെറ്റ് നമുക്കറിയാം. ഫാദർ ഓഫ് ഇന്റർനെറ്റ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് വിൻഡ് സെർഫ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ടിം ബേണേഴ്സ്ലി എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ടിം ബേണേഴ്സ്ലി നമ്മൾ ഫാദർ ഓഫ് അല്ല, വേൾഡ് വൈഡ് വെബിന്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. വിൻഡ് സെർഫ് ആണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺവേർഷൻ, നമ്പർ കൺവേർഷൻ ആകെ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ 175 എങ്ങോട്ടേക്കാ മാറ്റേണ്ടത്, കൺവേർട്ട് ദ നമ്പേഴ്സ് ഇൻടു ബൈനറി അല്ലെ. 175 ബൈനറി എന്ന് പറയുമ്പോൾ 175, ഇതിന്റെ ബൈനറി എങ്ങനെയാ ചെയ്യുക, 1 എന്ന് പറഞ്ഞാൽ 001 കിട്ടും, 7 എന്ന് പറഞ്ഞാൽ 111 ആണ്, 5 എന്ന് പറഞ്ഞാൽ 101 ആണ്. ഇതങ്ങ് ചേർത്ത് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ ആയി. ഇത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ടു ദ ബേസ് 2 അല്ലെ, ഇതാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക കേട്ടോ. 175 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ 00 നിങ്ങൾ എഴുതണമെന്നില്ല, 1 മാത്രം എടുത്തിട്ട് 1, പിന്നെ ഈ 3 1, ഈ 3 1, അതിനുശേഷം ഈ 101, ഇതായിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഈ 0 ചേർത്ത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, പിന്നെ 6 ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് ഉള്ളത് അല്ലെ. 6 ഉണ്ട്, A ഉണ്ട്. ഇതിനെ മാറ്റി എങ്ങനെയാ, 6A ഉള്ളത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. ഓരോ ഡിജിറ്റിനും 4 ബിറ്റ് ബൈനറി ഉണ്ട്. 6ന്റെ ബൈനറി വരിക നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 0110 ആണ് വരിക. ആൻഡ് എന്റെ ബൈനറി വരിക 1010 ആണ്. ഇത് ചേർത്ത് എഴുതിയാൽ ആൻസർ ആയി. ഇത് ചേർത്ത് എഴുതിയത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇത് ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ ഈ 0 ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ 110, പിന്നെ 1010 എന്ന് വരും. 1010 ടു ദ ബേസ് 2, ഇതാണ് നമ്മളെ മെത്തേഡ്. ഇതാണ് ഇതിന്റെ ആൻസർ വരിക കേട്ടോ. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, യൂണിക്കോഡിനെ പറ്റി നോട്ട്സ് എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാം. യൂണിവേഴ്സൽ കോഡാന്ന് എഴുതാൻ പറ്റും, 16 ബിറ്റ് റെപ്രസെന്റേഷൻ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 65,535 ക്യാരക്ടേഴ്സിന് 536 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ എഴുതാം. ഇനി ലോകത്തുള്ള എല്ലാ ലാംഗ്വേജസിലെയും ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാന്ന് എഴുതാം. ഇതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണ്, സേഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ സ്ലൈഡ് ഇവിടെ പെട്ടെന്ന് ഇട്ടു എന്ന് മാത്രം. റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്, ഇത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി.
എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ, രണ്ട് കുട്ടികളുടെ ഹൈറ്റിൽ ടോളർ ആരാണ്, ഹൈറ്റ് കൂടുതൽ ആർക്കാണെന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള അൽഗോരിതം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. രണ്ട് കുട്ടികളുടെ ഹൈറ്റ് H1 H2 നിങ്ങൾക്ക് വേണേ H1 H2 തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേരിയബിൾ കൊടുക്കുക, എ ബി എന്ത് വേരിയബിൾ കൊടുക്കുക. ജസ്റ്റ് രണ്ട് കുട്ടികളെ ഹൈറ്റ് കിട്ടണം, അതിന് വേണ്ടി രണ്ട് വേരിയബിൾസ് എടുത്തു. ഞാൻ H1 H2 ആണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഒരൊറ്റ കണ്ടീഷൻ നോക്കിയാൽ പോരെ, H1 > H2 ആണെങ്കിൽ H1 ആണ് വലുതെന്ന് പ്രിന്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എൽസ് H2 ആണ് വലുതെന്ന് പ്രിന്റ് ചെയ്യും. സ്റ്റോപ്പ്, ടാറ്റ, ബൈ ബൈ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ അൽഗോരിതം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ ആണ്. ഇത് മുന്നേ ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മുന്നേ എക്സാമിന് ചോദിച്ചതാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂൾസ് വയലേറ്റ് ചെയ്താൽ അത് ഏത് ടൈപ്പ് എറർ ആണെന്ന് വെച്ചാൽ സിന്റാക്സ് എറർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. അതുപോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ടതിന് പകരം സ്റ്റാർ ഓപ്പറേറ്റർ ചെങ്ങായിട്ട് അല്ലെ, സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന എറർ എന്ത് എറർ ആണ്, ലോജിക്കൽ എറർ ആണ്. ലോജിക്കൽ എറർ ആണ് ഇത്, റൺ ടൈമർ ഒന്നുമല്ല, ലോജിക്കൽ എറർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയിം അല്ലെ, ഐഡന്റിഫയറിന്റെ റൂൾസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ 4 റൂൾസ് പഠിച്ചിട്ടുണ്ട്. അതിൽ മാക്സിമം നിങ്ങളൊരു 3 പോയിന്റ് എങ്കിലും എഴുതുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്ന ഒരു 3-4 പോയിന്റ്സ് ആണ് അല്ലെ, ഇത് 4 റൂൾസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഐ തിങ്ക് മിനിമം ഒരു 2 പോയിന്റ് എങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, എന്നാൽ ഇത് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എഴുതി വെക്കുന്നതായിരുന്നു നല്ലത്. എനിവേ 2 പോയിന്റ് എങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഓപ്പറേറ്റേഴ്സിന്റെ ഒക്കെ ഉപയോഗം, എടാ അറ്റ്ലീസ്റ്റ് ഈ ഈക്വൽ ടു ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണെന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ പെർസെന്റേജ് ഓപ്പറേറ്റർ മോഡുലസ് ഓപ്പറേറ്റർ ആണെന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇത് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. മോഡുലസ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് വാട്ട് ഈസ് ദ യൂസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഈക്വൽ ടു ഉപയോഗിക്കുന്നത് ഒരു വാരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാനാണെന്ന് എഴുതാം. ഒരു വാരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാനാണെന്ന് എഴുതാം. എന്നാൽ ഈ മോഡുലസ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ കാണാനാണെന്ന് എഴുതാം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, അസൈൻമെന്റ് എഴുതി ഇവിടെ മോഡുലസ് എഴുതി അല്ലെങ്കിൽ അരിത്തമാറ്റിക് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ഈ ക്വസ്റ്റ്യന് കിട്ടേണ്ടതാണ്. ഓക്കെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലെ, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ സാറേ എന്താണ് സാറേ ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് P-Q സ്റ്റാർ R ഡിവൈഡഡ് ബൈ 2ന്റെ വാല്യൂ കാണാനാണ്. ഇവര് പിയും ക്യൂവും ആറും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പി എന്ന് പറഞ്ഞാൽ 5 മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്, സ്റ്റാർ ആർ എന്ന് പറഞ്ഞാൽ ഇവർ തന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടുത്തെ പ്രശ്നം ഇതിൽ ഏത് ആദ്യം ചെയ്യണം എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ ആണ് പ്രയോറിറ്റി കൂടുതൽ. ഇതൊക്കെ പ്രസിഡൻസിൽ പഠിക്കുന്നതാ. അപ്പൊ ഈ ഡിവിഷൻ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ 5 - 3 സ്റ്റാർ 1 എന്ന് കിട്ടും അല്ലെ. ഇത് 1 അല്ലേ, അപ്പൊ 5 - 3 സ്റ്റാർ 1. ഇനി ഇതിൽ ഏത് ആദ്യം ചെയ്യണം എന്ന് വെച്ചാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, കാരണം അതിനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പൊ 5 - 3 എന്ന് കിട്ടും. 5 - 3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാ, 2 എന്നാണ് കിട്ടുക. ഒന്നാമത്തെ ക്വസ്റ്റ്യന് 2 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഇത് ശരിയാണോ അല്ലെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഫാൾസ് ആണ്. അങ്ങനെയാണ് ഇത് ശരിയാണോ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ഓക്കെ 3 ആണ് y. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ അല്ലെങ്കിലും ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഇവിടെ കണ്ടീഷൻ ഓക്കെ ആണ്, ഈ കണ്ടീഷൻ ഓക്കെ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആൻഡാ കൊടുക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തവും ശരിയാവണം, രണ്ടാമത്തവും ശരിയാവണം. ഫസ്റ്റത്തെ ഫാൾസ് ആയി പോയി. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഇതിന്റെ ആൻസർ ഫാൾസ് എന്നാണ് വരിക. ഇനി നിങ്ങൾ ഫാൾസ് എന്ന് തന്നെ എഴുതണമെന്നില്ല. ഫാൾസിന് പകരം അതിന്റെ വാല്യൂ ആയിട്ട് എന്താ എടുക്കുക, 0 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് അടുത്ത ചോദ്യം, ടൈപ്പ് കൺവേർഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ്. രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇംപ്ലിസിറ്റിനെ പറ്റി ഒരു 2 പോയിന്റ് എഴുതുക, എക്സ്പ്ലിസിറ്റിനെ പറ്റിയിട്ട് ഒരു 2 പോയിന്റ് എഴുതുക. ഇവിടെ 4 പോയിന്റ്സ് ഉണ്ട്. ഇംപ്ലിസിറ്റ് കമ്പൈലർ ചെയ്യുന്നതാണ്, എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമർ ചെയ്യുന്നതാണ്. ഇംപ്ലിസിറ്റിൽ എപ്പോഴും ലോവർ ടു ഹയർ ടൈപ്പ് ആണ്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഡെസ്റ്റിനേഷൻ ടൈപ്പ് യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ ആണ് തീരുമാനിക്കുന്നത്. എക്സാമ്പിൾ ഉണ്ട്, എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഈ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ടൈപ്പ് പ്രൊമോഷൻ എഴുതിയാലും അതൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് എഴുതിയാലും അതൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഹൈലി എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈഫ് എൽസിലേക്ക് മാറ്റി എഴുതാൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഇതെന്തെന്നാ, ഇത് കണ്ടീഷണൽ ഓപ്പറേറ്ററാ, അതിനെ ഈഫ് എൽസ് ആക്കി മാറ്റി എഴുതുക. എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഈഫ് ഒരു കണ്ടീഷൻ നോക്കണം അല്ലെ. ഈഫ് കണ്ടീഷൻ എന്താ, ഇവർ പറയുന്നുണ്ട് n1 ഗ്രേറ്റർ ദാൻ n2, ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ശരിയാവാം തെറ്റാവാം. അപ്പൊ ഈ കണ്ടീഷൻ ശരിയായാലുള്ള ഭാഗം ഈഫില്, തെറ്റായാലുള്ള ഭാഗം എവിടെ, എൽസില്. ഈഫിൽ എന്താ, ഈ കണ്ടീഷൻ ശരിയായാൽ n1ലേക്ക് എടുത്തിട്ട് എന്താ സ്റ്റോർ ചെയ്യുക, n1 എടുത്തിട്ട് എങ്ങോട്ടാ സ്റ്റോർ ചെയ്യുക, ബിഗില്. അപ്പൊ ബിഗില് ഈ കണ്ടീഷൻ ശരിയായാൽ n1 ആ സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ കണ്ടീഷൻ ശരിയായാൽ ബിഗ് ഈക്വൽ ടു n1,
സെമി കോളൻ ഇടുക. അതുപോലെ തന്നെ ഈ കണ്ടീഷൻ തെറ്റായാലോ ബിഗിൽ എന്താ സ്റ്റോർ ചെയ്യുക, N2 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പൊ ആ കണ്ടീഷൻ തെറ്റായാലുള്ള ഭാഗം എവിടെ എഴുതുക, എൽസിൽ എഴുതുക, ബിഗ് ഈക്വൽ ടു N2 എന്നായിരിക്കും ഇവിടെ വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഈ ഓപ്പണിങ് ചെയ്തു ക്ലോസ് ചെയ്തു ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. കാരണം ഈഫിന്റെ ഉള്ളിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, എൽസിന്റെ ഉള്ളിലും അതേപോലെ തന്നെ ഈ ഓപ്പണിങ്ങും ക്ലോസിംഗും ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ആയിരിക്കണം. N1 ഗ്രേറ്റർ ദാൻ N2 കണ്ടീഷനിൽ ബിഗ് ഈക്വൽ ടു N1, എൽസിൽ ബിഗ് ഈക്വൽ ടു N2 ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഈ ഓപ്പണിങ്ങും ക്ലോസിംഗും നിർബന്ധമില്ല. ആൻഡ് മേ ബി ചിലപ്പോ ഈ സെമി കോളൻ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവില്ല, ചില ആൾക്കാർ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവില്ല. മേ ബി അതൊക്കെ ചിലപ്പോൾ ഒരു എന്താ പറയാ ലിബറൽ ആയിട്ട് കൺസിഡർ ചെയ്യുമായിരിക്കും. സെമി കോളൻ അത്രക്ക് കൺസിഡർ ചെയ്യൂല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, സെമി കോളൻ സാധാരണ അവിടെ വേണ്ടതാണ്. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അൺഗൈഡഡ് മീഡിയന്റെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ഈച്ച് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എനി ടു അൺഗൈഡഡ് മീഡിയ. ഈച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എഴുതാനാണോ, അതിന്റെ എല്ലാ പ്രത്യേകതകളും അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ മിനിമം ഒരു 2 പോയിന്റ്സ് എങ്കിലും എഴുതാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എനി ടു അൺഗൈഡഡ് മീഡിയ എന്നാണ്. എനി ടു അൺഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ അൺഗൈഡഡ് മീഡിയത്തിൽ നമ്മൾ മൈക്രോവേവ്സ് പഠിച്ചിട്ടുണ്ട്, ഇൻഫ്രാറെഡ് വേവ്സ് പഠിച്ചിട്ടുണ്ട്, റേഡിയോ വേവ്സ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതി വെച്ചോ. മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ആ പരാബോളിക് ആന്റിനാസ് വെച്ചിട്ടാണ് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യും. ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോളിലും കോഡ്ലെസ് മൗസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലൈൻ ഓഫ് സൈറ്റ് വേണം. റേഡിയോ വേവ്സ് ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കുക. വേവ്സ് എല്ലാ ഡയറക്ഷനിലും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും 2 അൺഗൈഡഡ് മീഡിയത്തിനെ പറ്റിയിട്ട് 3 എഴുതണമെന്നില്ല, ഏതെങ്കിലും 2 അൺഗൈഡഡ് മീഡിയത്തിനെ പറ്റിയിട്ട് 2 പോയിന്റ്സ് എഴുതി വെക്കുക. പിന്നെ ഈ ഗവേണൻസിൽ ഇന്ററാക്ഷൻസ് എന്തൊക്കെയാ? ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയി. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഈ 4 പോയിന്റ്സ് മഞ്ഞയിൽ ഇട്ടിട്ടുള്ള 4 പോയിന്റ്സ് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ സേഫ് ആണ്. -38നെ 2's കോംപ്ലിമെന്റിലേക്കൊക്കെ മാറ്റുന്നൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? 38 നിങ്ങൾ ആദ്യം 8 ബിറ്റ് ബൈനറിയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് 8 ബിറ്റ് ബൈനറി കിട്ടും. ബൈനറി ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും ബൈനറി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഒന്നുമില്ല, 38നെ 2 റിപ്പീറ്റഡ് ആയി ഡിവൈഡ് ചെയ്താൽ ബൈനറി കിട്ടൂലേ, ഇതാണ് ബൈനറി. അപ്പൊ ബൈനറി ഇനി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണല്ലോ, -38 എന്നല്ലേ ചോദിച്ചേ. അപ്പൊ നമ്മൾ 2's കോംപ്ലിമെന്റ് കാണണം. വെറുതെ ഈ 8 ബിറ്റ് ബൈനറി എഴുതിയാൽ മാർക്ക് കിട്ടൂല. 2's കോംപ്ലിമെന്റ് കാണണം. 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം 1's കോംപ്ലിമെന്റ് കാണും. ഈ സാധനത്തിന് ജസ്റ്റ് തിരിച്ചാ 0നെ 1 ആക്കുക, 1നെ 0 ആക്കിയാൽ ഇങ്ങനെ കിട്ടും. ഇതാണ് 1's കോംപ്ലിമെന്റ്. ഇതിന്റെ കൂടെ ജസ്റ്റ് ഒരു 1 എന്ന് പറയുന്ന വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആൻസർ ആയിരിക്കും 2's കോംപ്ലിമെന്റ് ആയിട്ട് വരിക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെയ്യുന്നില്ല, കാരണം അല്ലെ കഴിഞ്ഞതിനെ പറ്റിയിട്ട് ഇനി വേദം ഓതിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ യു ആർ സേഫ്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. റാം ആൻഡ് റോം ഹൈലി എക്സ്പെക്ടഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 3 പോയിന്റ്സ് ആണ് ഇവിടെ മിനിമം നിങ്ങൾക്ക് ആവശ്യമുള്ളത്. കാരണം ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 പോയിന്റ്സ് എങ്കിലും മിനിമം എഴുതണം. ഓക്കെ, റീഡിങ് റൈറ്റിംഗ് പറ്റും. ഇവിടെ റീഡിംഗ് മാത്രമേ പറ്റുള്ളൂ. ഇത് വോളറ്റൈൽ ആണ്, ഇത് നോൺ വോളറ്റൈൽ ആണ്. 4 പോയിന്റ്സ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഡീബഗിങ് അല്ലെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡീബഗിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലുള്ള എറേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് വിച്ച് ആർ ദാന്നേ ചോദിച്ചിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, വിച്ച് ആർ ദാന്നേ ചോദിച്ചിട്ടുള്ളൂ. എക്സ്പ്ലനേഷൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ആവശ്യമില്ല. അപ്പോൾ സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് റൂൾസ് തെറ്റിച്ചാലാണ്, ഇത് ഇംപ്രോപ്പർ പ്ലാനിങ് കാരണമാണ്, ഇത് ഡ്യൂറിങ് എക്സിക്യൂഷൻ ആണെന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നിർബന്ധമില്ല, കാരണം ഇത് വെറും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വാട്ട് ആർ ദ അല്ലെങ്കിൽ വിച്ച് ആർ ദ എന്ന് ഇവർ ചോദിച്ചിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് ടോക്കൻസ്. 123 ഏത് ടോക്കനിലാണ് ഉൾപ്പെടുത്തുക? 123 കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ. അപ്പൊ അത് ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടോക്കൻ ആണ്. ലിറ്ററൽ എഴുതിയാലും മാർക്ക് കിട്ടും, കോൺസ്റ്റന്റ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഈ ഹലോ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന സംഭവം സ്ട്രിംഗ് അല്ലേ. സ്ട്രിംഗ് ആയാലും അത് തന്നെ ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. സ്ട്രിംഗ് ആയാലും ഇന്റീജർ വാല്യൂ ആയാലും ഒക്കെ ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടോക്കനിലാണ് ഉൾപ്പെടുത്തുക. പിന്നെ ഇന്റ് എന്ന് പറഞ്ഞാൽ C++ലെ ഒരു കീവേഡ് ആണ്. ഇന്റ് എന്ന് പറഞ്ഞാൽ C++ൽ ഉപയോഗിക്കുന്ന കീവേഡ് അല്ലേ, കീവേഡ് ആണ്. പിന്നെ സം എന്ന് പറയുന്ന പേരിൽ C++ൽ കീവേഡ് ഉണ്ടോ? ഇല്ല. ഇതൊരു ഐഡന്റിഫയർ ആയിരിക്കും. ഏതെങ്കിലും വാരിയബിൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നെയിം, അതാണ് സം എന്ന് പറഞ്ഞിട്ട്. പിന്നെ പ്ലസ് ഏതായിരിക്കും? പ്ലസ് നമുക്ക് സാറേ ഓപ്പറേറ്ററിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഓപ്പറേറ്റർ, യെസ്, ഉൾപ്പെടുത്താം. ഹാഷ് സിമ്പിളിനെ നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുത്തുക? ഹാഷ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹാഷ് എന്ന് പറയുന്ന പേരിൽ ഓപ്പറേറ്റർ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല C++ൽ. അതുകൊണ്ട് തന്നെ ഹാഷ് നിങ്ങൾ എന്തിലേക്ക് ഇട്ടാൽ മതി? നൈസായിട്ട് പങ്ക്ച്വേറ്ററിൽ ഇട്ടാൽ മതി. ഐ തിങ്ക് ഓപ്പറേറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
ഈ ഹാഷ് എന്ന് പറയുന്ന പേരിൽ ഒരു ഓപ്പറേറ്റർ ആയിട്ടല്ല അതിനെ കൺസിഡർ ചെയ്യുന്നത്, പങ്ക്ച്വേറ്റർ സിമ്പിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് 23 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് വിത്ത് എക്സാമ്പിൾ. ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്ന? യൂണറി, ബൈനറി, ടെർണറി. ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്ന ഇത് സിംഗിൾ ഓപ്പറന്റ് ആണ്, ഇത് 2 ഓപ്പറന്റ് ആണ്, 3 ഓപ്പറന്റ് ആണ്. ജസ്റ്റ് ഇതാ ഇതുപോലത്തെ ഒരു എക്സാമ്പിളും +5 -23. ഇപ്പോൾ 5 സ്റ്റാർ 3ൽ 2 ഓപ്പറൻസ് വേണം. ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ അടങ്ങുന്ന ഈ ഓപ്പറേറ്റർ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്, ടെർണറി ഓപ്പറേറ്റർ എന്ന് മാത്രം എഴുതിയാൽ മതി. കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്, ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്തത് 24ാമത്തെ ചോദ്യം, ആവറേജ്. കണ്ടോ, പ്രോഗ്രാം എഴുതോ സാറേ, പ്രോഗ്രാം എഴുതാൻ ചോദിക്കോ? ഒരുപാട് ആളുകൾ കൺഫ്യൂഷൻ ചോദിച്ചു അല്ലെ? എന്താ ചോദിച്ചത്? ആവറേജ് ഓഫ് 3 CE സ്കോർസ്. ഇതൊക്കെ കാണുമ്പോൾ പേടിക്കണ്ട, 3 CE മാർക്കിന്റെ ആവറേജ് കാണണം. നമ്മൾ സാധാരണ സമ്മും അല്ലെ ഏതെങ്കിലും 3 നമ്പേഴ്സിന്റെ സമ്മും പിന്നെ ആവറേജ് ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന് പകരം ഇവിടെ ഏതെങ്കിലും 3 നമ്പർ അല്ല, 3 CE മാർക്കിന്റെ ആവറേജാ കാണേണ്ടത്. അപ്പൊ ആഷ് ഇൻക്ലൂഡ് യൂസിങ് നെയിംസ്പേസും ഇൻഡിമെയിൻ ഒക്കെ കത്തിക്കുക. അതിനുശേഷം ഫ്ലോട്ട് CE1, CE2, CE3 3 CE മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള 3 വേരിയബിൾസ്, ആവറേജ് സ്റ്റോർ ചെയ്യാനുള്ള AVG എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, അത് ഫ്ലോട്ട് ആയിട്ട് കൊടുക്കുക. ഇതിപ്പോ ചിലപ്പോൾ നിങ്ങൾ ഇൻഡ് ആയിട്ട് കൊടുത്താലും മേ ബി നിങ്ങളെ കൈച്ചലാക്കി തരും. മേ ബി നിങ്ങളെ ചിലപ്പം എസ്കേപ്പ് ആക്കി തരും എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇൻഡ് കൊടുത്താൽ അവിടെ കറക്റ്റ് ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടൂല. എനിവേ ഇൻഡ് കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. ഓക്കെ, കാരണം നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, +2 +1 പഠിക്കുന്ന കുട്ടികളല്ലേ അല്ലെ? അപ്പൊ ചിലപ്പോൾ ഒരു ഇൻഡ് എന്നൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സി ഔട്ട് എന്റർ 3 CE സ്കോർസ്. 3 CE സ്കോറുകൾ എൻ്റർ ചെയ്യാൻ പറയാണ്. ജസ്റ്റ് 3 CE സ്കോർ എൻ്റർ ചെയ്യാൻ പറയാണ്. C1, C2, C3. അത് C1, C2, C3 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ആവറേജ് കാണുക സിമ്പിൾ ആയിട്ട്. C1, C2, C3 അല്ല, CE1 ആണ്. C1 + C2 + C3 കൂട്ടുക. എന്നിട്ട് 3.0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. 3.0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഒരു ഫ്ലോട്ടും വരുമ്പോൾ മാത്രമേ അത് കറക്റ്റ് പോയിന്റ് വാല്യൂ തന്നെ റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ആവറേജ് ഈസ് എന്ന് പറഞ്ഞിട്ട് AVGന്റെ വാല്യൂ അങ്ങ് ഡിസ്പ്ലേ ചെയ്യുക. അത്രേ ഉള്ളൂ. 3 CE മാർക്കിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. ഇനി ഇതിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സമ്മൊക്കെ കണ്ടുപിടിച്ചിട്ട് സം ഡിവൈഡ് ബൈ 3 എന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് സമ്മ് കണ്ടിട്ട് അപ്പൊ തന്നെ 3.0 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സ്വിച്ചും LC ഫ്ലാറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, 3 മാർക്കാണ്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. 2 മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്, ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമാണ്. ഇവിടെ റിലേഷണൽ ലോജിക്കൽ എന്തും പറ്റും. കേസ് കോൺസ്റ്റന്റ് ഇന്റീജറും ക്യാരക്ടറും മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ഏത് റേഞ്ച് ഓഫ് വാല്യൂസും പറ്റും. മാച്ച് ആയില്ലെങ്കിൽ ഡീഫോൾട്ടിലേക്കാ പോവുക. ഇവിടെ ഏത് ഒരു ഈഫും മാച്ച് ആയില്ലെങ്കിൽ ലാസ്റ്റ് എൽസിലേക്കാ പോവുക. ഇത്രയും പോയിന്റ്സ് ഇനി ഏതെങ്കിലും 3 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. TCP/IP, HTTP, DNS ഇതൊക്കെ പ്രോട്ടോകോൾസാണ്. ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. ജസ്റ്റ് അതിന്റെ ഫുൾ ഫോം ചെയ്താൽ TCP/IP ഫുൾ ഫോം എന്താ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. HTTP എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. DNS എന്താ? ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും, ഡൊമൈൻ നെയിം സർവീസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെന്താ? സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ബ്രിങ് പീപ്പിൾ ടുഗദർ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഈവന്റ്സ്, ബിസിനസ് പ്രൊമോഷൻ, സോഷ്യൽ സ്കിൽസ്. റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ്. ജസ്റ്റ് റൈറ്റ് ചെയ്താൽ മതി, ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. എനി 3 അഡ്വാൻറ്റേജസ് 3 പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഭയങ്കര നമ്മൾ ഹൈലി എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അതെന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആൻസർ ഇൻ 1 വേർഡ് എന്നാണ് ചോദിക്കുന്നത്. A standalone malware program that replicates itself usually makes the data traffic slow. ഈ ആൻസർ നിങ്ങൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. ഒരു കമ്പ്യൂട്ടറിനെ സ്ലോ ആക്കുന്ന, ട്രാഫിക് സ്ലോ ആക്കുന്ന, കമ്പ്യൂട്ടർ റിസോഴ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് വീണ്ടും അതിന്റെ വീണ്ടും കോപ്പീസ് ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടർ സ്ലോ ആക്കുന്ന ആള്, അത് ആ മാൾവെയർ നമ്മൾ പറയാ വൈറസ് എന്നല്ല, വേംസ് എന്നാണ്. വേംസ് ആണ് ഇതിന്റെ പക്ക കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മേ ബി എനിക്കറിയില്ല, മേ ബി വൈറസ് എന്ന് എഴുതുന്നവർക്കും ഇവർ മാർക്ക് കൊടുക്കും എന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. പക്ഷെ വേം എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ടെക്നിക്കൽ എഫേർട്ട് ടു മാനിപ്പുലേറ്റ് നോർമൽ ബിഹേവിയർ ഓഫ് കമ്പ്യൂട്ടർ അല്ലെ, കമ്പ്യൂട്ടറിന്റെ നോർമൽ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെക്നിക്കൽ എഫേർട്ടിന് വേറൊരു പേരും പറയൂല, ഹാക്കിംഗ് എന്നാണ് പറയാ. ഫിഷിംഗ് എന്നൊന്നും എഴുതിയാൽ ഇത് കറക്റ്റ് അല്ല. കറക്റ്റ് ആൻസർ ഹാക്കിംഗ് ആണ്. മേ ബി നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ പ്രാർത്ഥിക്കൽ തന്നെ, സാറേ ഞാൻ എഴുതിയത് ശരിയാവണേ, ഞാൻ എഴുതിയതിന് മാർക്ക് കിട്ടണേ. നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫിഷിംഗ് ഇവിടെ എക്സാക്ട്ലി കറക്റ്റ് ആൻസർ അല്ല. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ഫിഷിംഗ് എഴുതുന്നവർക്കും ചിലപ്പോൾ മാർക്ക് കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹാക്കിംഗ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓരോ കമന്റ്സിനും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അൺസോളിസിറ്റഡ് ഇമെയിലിന് പേര് കേട്ടാൽ തന്നെ നമ്മൾ അത് പറയണം, അത് സ്പാം എന്നാണ് ഇതിന്റെ ആൻസർ.
ഓക്കെ, സ്പാം എന്നാണ് ഇതിന്റെ ആൻസർ. ഇ ലേണിംഗ് ടൂൾസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്ക്രൈബ് ഇവിടെ പ്രത്യേകം വായിക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും 3 ഇ ലേണിംഗ് ടൂൾസ് ഇങ്ങനെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഡെഫിനിഷൻ കൂടെ എഴുതി വെക്കുക. അതിന്റെ ഡെഫിനിഷൻ കൂടെ എഴുതി വെച്ചാലാണ് നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടുക. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, എസ് ഭയങ്കര സിമ്പിൾ ആയി പോയി, കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒന്ന് ചോദിച്ചത്, പിന്നെ ഒന്ന് നമ്മളോട് എന്തും ചോദിച്ച് ടോപ്പോളജീസും ചോദിച്ചു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറിയാത്തവർക്ക് ബാധിച്ചിട്ടുണ്ടാവില്ല, ഈ ക്വസ്റ്റ്യൻ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, അവരെ ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ മറ്റേത് രണ്ടും ഈസി ആയിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, സിമ്പിൾ ആയിട്ട് തള്ളി വിടാൻ പറ്റിയ ചോദ്യമാണ്. സെറ്റ് ഓഫ് പ്രോഗ്രാം ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താന്ന് 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. ശരിക്കും ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ തന്നെ ആ 1 മാർക്ക് നിങ്ങൾക്ക് വീണു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിസോഴ്സ് മാനേജർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഉണ്ട്, വിൻഡോസ് ലിനക്സ് ഒക്കെ എഴുതാൻ പറ്റും, ഇതൊക്കെ എഴുതാം. ഓക്കെ, പിന്നെ മേജർ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ 4 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രോസസ്സ്, മെമ്മറി, ഫയൽ, ഡിവൈസ്, ഈ 4 കാര്യങ്ങൾ മാനേജ്മെന്റ്. ഇതാണ് ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ 31ാമത്തെ ചോദ്യം, ഇത് പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എഫക്ട് അല്ലെ, നമ്മളത് ബാധിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസിനും മക്കൾ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എന്റെ ഒരു മൊത്തത്തിലുള്ള ഒപ്പീനിയൻ, ഇന്നത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന് നമുക്ക് A+ വാങ്ങാൻ പറ്റുന്ന കാര്യത്തിൽ അല്ലെ, A+ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ A+ നല്ല അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് കോഡ് സെഗ്മെന്റ് ഇന്റ് I is equal to 1. ഐന്റെ വാല്യൂ 1 ആക്കി. ഇവരെന്താ ചോദിക്കുന്നത്? ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്ക്, ഈ കോഡിന്റെ ഔട്ട്പുട്ടാ ചോദിക്കുന്നത്. പലർക്കും ഇത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ കോഡിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ എന്തൊക്കെയാ എഴുതിയെന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഐന്റെ വാല്യൂ ആദ്യം ഇവർ 1 ആക്കി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാനൊരു ബോക്സ് ഒക്കെ വരച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. I 1 ആക്കി. കണ്ടീഷൻ നോക്ക്, 1 <5 ഓക്കെ ആണോ? ആണ്. ആണെങ്കിൽ ഉള്ളിൽ വന്നിട്ട്, ഉള്ളിൽ വരുമ്പോൾ കാണുന്ന ഈഫ് അല്ലേ. അപ്പൊ ഈ കണ്ടീഷൻ ശരിയാണോ? ഇഫ് ഐന്റെ വാല്യൂ ഇപ്പം 1 ആണ്, 1% 2 = 0 ആണോ? എടാ, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 ആണോ? അല്ല. അല്ലെങ്കിൽ ഈ സംഭവം വർക്ക് ചെയ്യില്ല. ഈഫിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സി ഔട്ട് ഐ കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് എന്ന് കൂടെ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കണ്ടീഷൻ ശരിയായാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ശരിയാവാത്തതുകൊണ്ട് നേരെ I++ അങ്ങ് പോകും. ഐ എത്രയായിട്ട് പോകും? I2 ആയി പോകും. ++ ആയാലും I2 ആവും, എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഈ ലൂപ്പ് ഇവിടെ അവസാനിച്ച്, ലൂപ്പ് അവസാനിച്ചാൽ വീണ്ടും എങ്ങോട്ട് പോകും? കണ്ടീഷനിലേക്ക് പോകും. അതിന്റെ വാല്യൂ ഇപ്പൊ 2 ആണ്. 2 <5 ഓക്കെ ആണോ? ആണ്. ആണെങ്കിൽ വീണ്ടും ഈ കണ്ടീഷനിലേക്ക് വരും അല്ലെ, ഉള്ളിൽ വന്നു വീണ്ടും ഈഫ് ആണ് കാണുന്നത്. ഇപ്പൊ പറ, അതിന്റെ വാല്യൂ 2 അല്ലേ? 2% 2 = 0 അല്ലേ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0 അല്ലേ? ആണ്. ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഐ പ്രിന്റ് ചെയ്യും. ഐ ഇപ്പൊ എത്രയാ? 2 പ്രിന്റ് ചെയ്യും. 2 മാത്രമല്ല, ഒരു സ്ലാഷ് എന്നും കൂടെ പ്രിന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 2 പ്രിന്റ് ചെയ്തിട്ട് അടുത്ത ലൈനിൽ പോയി നിൽക്കും. ഓക്കെ, എന്നിട്ടോ ഈ സാധാരണ ചെയ്യുന്ന പോലെ ++ ആയി വർക്ക് ചെയ്യും. അതായത് അതിന്റെ വാല്യൂ 3 ആവും. എന്നിട്ട് പറ, 3 <5 ഓക്കെ ആണോ? ആണ്. ആണെങ്കിൽ വീണ്ടും ഉള്ളിലേക്ക് വരും. പക്ഷെ I 3 ആവുമ്പോൾ ഈ ഒരു ഈഫ് ശരിയാവോ? 3% 2 0 ആണോ? 3നെ 2 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0 ആണോ? അല്ല. അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യോ? ഇല്ല. അപ്പൊ 3 ആവുമ്പോൾ ഈ ഒരു സി ഔട്ട് ആയി വർക്ക് ചെയ്യൂല. 2 ആകുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്, 3 ആകുമ്പോൾ വർക്ക് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യും? സാധാരണ പോലെ ++ അതിലേക്ക് പോകും, അതിന്റെ വാല്യൂ 4 ആകും. ഓക്കെ, ലൂപ്പ് അവസാനിച്ചു, അതിന്റെ വാല്യൂ ഇപ്പൊ 4 ആണ്. 4 <5 ഓക്കെ അല്ലേ? ആണ്. ഉള്ളിൽ വരും. വീണ്ടും ഈ ഒരു കണ്ടീഷൻ ആണ്. ഇപ്പൊ I 4 ആണ്. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 ആണോ? ആണ്. അപ്പൊ ഈ ഒരു കേസിലും എന്ത് ചെയ്യും? ഈ ഒരു സംഭവം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. I പ്രിന്റ് ചെയ്യും അല്ലെ, ഈ സംഭവം വർക്ക് ചെയ്യുന്ന I പ്രിന്റ് ചെയ്യും. അതിന്റെ വാല്യൂ 4 ആണ്. ഇപ്പൊ നമ്മൾ അടുത്ത ലൈനിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു, അടുത്ത ലൈനിൽ 4 പ്രിന്റ് ചെയ്യും. 4 കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് എന്ന് പറഞ്ഞാൽ പുതിയ ലൈനിലേക്ക് പോകും. ഓക്കെ, ++ I എന്ന് പറഞ്ഞാൽ അതിനുശേഷം അതിന്റെ വാല്യൂ 5 ആകും. 5 <5 കണ്ടീഷൻ എന്താ? അവസ്ഥ എന്താ? 5 <5 എന്ന് പറയുന്ന കണ്ടീഷന്റെ അവസ്ഥ എന്താ? കണ്ടീഷൻ ട്രൂ ആണോ? 5 <5 ആണോ? അല്ല. നമുക്കറിയാം 5 ഒരിക്കലും <5 അല്ല, =5 ആണ്. ഓക്കെ, 5 <5 അല്ല. അപ്പൊ കണ്ടീഷൻ ട്രൂ അല്ല. ഇനി ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് വരൂല. അപ്പോ ഈ ലൂപ്പിന്റെ ഔട്ട്പുട്ട് വരിക 2, 4 എന്നാണ്. അതായത് 1 മുതൽ 2, 3, 4 അതൊന്നും എല്ലാം ഒന്നും പ്രിന്റ് ചെയ്യൂല. ഇവിടെ 2ഉം 4ഉം മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. കാരണം I% 2 = 0 ആകുമ്പോൾ മാത്രമേ I പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ 2ഉം 4ഉം മാത്രമാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ബാക്കിയുള്ള ഒന്നും പ്രിന്റ് ചെയ്യൂല. നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ സാറേ ഒരേ ലൈനിൽ 2, 4 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ സ്ലാഷ് ഒന്നും ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് ചിലപ്പോൾ ഒറ്റ ലൈനിൽ 2, 4 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിനും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് തരുമായിരിക്കും. പക്ഷെ 2, 4 അല്ലാത്തതല്ല ഔട്ട്പുട്ട്. 2, 4 ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. 1, 2, 3, 4 ഒന്നും പ്രിന്റ് ചെയ്യൂല. 2ഉം 4ഉം മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. What will be the effect if the output? What will be the effect in the output if the first statement is changed to I = 5? ഇത് ശരിക്കും ശ്രദ്ധിക്കണം. എടാ, I = 5 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാറ്റി. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഫസ്റ്റ് തന്നെ I = 1 എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളത്. ഇവര് പറയുന്നത് ഫസ്റ്റ് ഈ കോഡിലുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇതല്ലേ. ആ സ്റ്റേറ്റ്മെന്റിനെ ഇന്റ് I = 5 എന്നാക്കി. ഈ I = 1 എന്നല്ലേ ഓൾറെഡി ഉള്ളത്. അത് I = 5 എന്നാക്കി ഇവര്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്താണ് എഫക്റ്റ് എന്നാണ്. ഔട്ട്പുട്ടിൽ എന്താണ് എഫക്റ്റ്? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ചെയ്താൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ ചെയ്ത ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന്റെ വാല്യൂ ആദ്യം തന്നെ ഇവർ 5 ആക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത്. അതിന്റെ വാല്യൂ ആദ്യം തന്നെ 5 ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വരക്കാം. അതിന്റെ വാല്യൂ ആദ്യം തന്നെ 5 ആക്കുന്നുണ്ട്. അപ്പൊ i 5 ആണ്. അങ്ങനെയാണ് കണ്ടീഷൻ ആദ്യം തന്നെ നോക്കും. ഇതൊരു എൻട്രി കൺട്രോൾ ലൂപ്പ് അല്ലേ, കണ്ടീഷൻ ആദ്യം നോക്കിയിട്ടേ ഉള്ളിലേക്ക് വരുള്ളൂ. 5 ലെസ് ദാൻ 5 ആദ്യം തന്നെ i 5 ആണെങ്കിൽ ആദ്യം തന്നെ കണ്ടീഷൻ തെറ്റല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം പോലും ഈ ലൂപ്പ് വർക്ക് ചെയ്യൂല. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇപ്പൊ അതിന്റെ വാല്യൂ 5 ആക്കിയിട്ടൊക്കെയാ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ട് തന്നെ ഉണ്ടാവില്ല. നോ ഔട്ട്പുട്ട് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നോ ഔട്ട്പുട്ട് റീസൺ എഴുതണമെന്ന് എഴുതിയാൽ നല്ലത്, കാരണം ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോ ഔട്ട്പുട്ട് ബിക്കോസ് ഇതൊരു എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. അതുകൊണ്ട് കണ്ടീഷൻ ഫസ്റ്റ് ടൈം തന്നെ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അതുകൊണ്ട് നോ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ എന്റെ ഒപ്പീനിയൻ നോ ഔട്ട്പുട്ട് എന്ന് എഴുതിയവർക്കെല്ലാം മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം. പിന്നെ റീറൈറ്റ് ദി അബോവ് കോഡ് യൂസിങ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എടാ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആയിട്ട് ഒരേ ഒരു ലൂപ്പേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് ഡു വൈൽ ലൂപ്പാണ്. ഈ കോഡ് വൈൽ ലൂപ്പാ തന്നിട്ടുള്ളത്. വൈൽ ലൂപ്പിനെ ഡു വൈൽ ലൂപ്പ് ആക്കി മാറ്റിയതാണ്. ഒരിക്കലും വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഡു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് എൻട്രി കൺട്രോളിലാണ്, ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോളാണ്. പക്ഷെ ഇവരെ നമ്മളോട് ചോദിച്ചെന്താ? ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് വെച്ചിട്ട് മാറ്റിയത്. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട് മാറ്റി എഴുതിയാൽ മതി. വെരി സിമ്പിൾ. അതായത് ഇതിലുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് എഴുതി വെക്കുക. i = 1 എന്ന് മേലെ എഴുതിയാൽ നല്ലത് കേട്ടോ. i ആദ്യം 1 ആക്കുക, അത് മേലെ എഴുതിയാൽ നല്ലത്. എന്നിട്ട് ഡു എന്ന് പറഞ്ഞിട്ട് നേരെ ബോഡി. കണ്ടീഷൻ ഒന്നും കൊടുക്കണ്ട, ഡു എന്ന് പറഞ്ഞ് നേരെ ബോഡിയിൽ വന്നാൽ എന്താ ചെയ്യുക? ഈ കണ്ടീഷൻ അല്ലേ നോക്കുക, അത് വീണ്ടും ഇതിന്റെ ഉള്ളിൽ കൊടുക്കുക, ഡുവിന്റെ ഉള്ളിൽ കൊടുക്കുക. ഈ 5% 2 = 0 ആണെങ്കിൽ സി ഔട്ട് ആയി /n, അതിന് ശേഷം ++i. ഓക്കെ, ++i. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? വൈൽ എന്ന് പറഞ്ഞ് നമ്മളെ കണ്ടീഷൻ കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, ഡു വൈൽ ലൂപ്പ് അവസാനിക്കുമ്പോൾ എന്തിടണം? സെമിക്കോളൻ ഇടണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഈഫിന്റെ ഉള്ളിൽ ഉള്ളതല്ല ഈ 2 സ്റ്റേറ്റ്മെന്റ്സും, സി ഔട്ട് ഐയും ++i, ഇത് 2 സ്റ്റേറ്റ്മെന്റ്സും ഈഫിന്റെ ഉള്ളിലുള്ളതല്ല. ഈ ഈഫിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് ഈ i% 2 = 0 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഈഫ് കണ്ടീഷന്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈഫ് ഇങ്ങനെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇട്ടിട്ടില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഈഫിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പായിട്ട് ഇതാ ഇങ്ങനെ മാറ്റിയതാ. ഓക്കെ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പായിട്ട് ഇങ്ങനെ മാറ്റിയതാ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. 5% 2 സി ഔട്ട് ആയി ++i എന്നിട്ട് വൈൽ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഇതിന്റെ ഔട്ട്പുട്ട് ഒന്നും വേണ്ട, ജസ്റ്റ് അത് മാറ്റി എഴുതിയാൽ മാത്രം മതി. ലാസ്റ്റ് ചോദ്യം സിമ്പിൾ ചോദ്യമായിരുന്നു. നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ്? വേ ഓഫ് കണക്ടിങ് നോഡ്സ് ആണ് നമുക്ക് പറയാം. പിന്നെ വാട്ട് എക്സ്പ്ലെയിൻ വാരിയസ് ടോപ്പോളജീസ് അല്ലെ, ടോപ്പോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബസ്, സ്റ്റാർ, റിങ്, മെഷ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചിത്രം വരക്കുക എന്നുള്ളതാണ്. ഓരോന്നിന്റെയും ചിത്രം വരക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനെ പറ്റിയിട്ട് ഓരോന്നിനെ പറ്റിയിട്ട് ഒരു 1-2 ജസ്റ്റ് മെയിൻ പോയിന്റ്സ് എങ്കിലും ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു 4 മാർക്ക് വീണുള്ളൂ. ഇത് അത്യാവശ്യം 4 മാർക്ക് ആയതുകൊണ്ട് നന്നായിട്ട് എഴുതുന്നതാണ് നല്ലത്. ഓരോന്നിനെ പറ്റിയിട്ട് ഒരു 2-3 പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു മക്കളെ നമ്മളെ എക്സാം. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു നോട്ടത്തിൽ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും എക്സാം നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് A+ കിട്ടുമോ, എന്താണ് അവസ്ഥ നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ചാനൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് വെക്കുക. കാരണം +2 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കണ്ടന്റ് ഓൾറെഡി ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കണ്ടന്റ്സ് ഇതിൽ വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയൊരു ചാനലാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതായത് എക്സാം നന്നായിട്ട് എഴുതിയവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, എക്സാം എഴുതാത്തവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂല. ആ രീതിയിലാവരുത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളെ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു സോ മച്ച്.